ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫെയർ LDC സ്റ്റേജ് 2 ആഗസ്റ്റ് 17 നടന്ന LDC സ്റ്റേജ് 2 കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ നടന്ന എക്സാമിൻ്റെ കറണ്ട് അഫെയർ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടാതെ സ്റ്റേജ് 3 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം സ്റ്റേജ് 2 കറണ്ട് അഫെയർ ചോദ്യങ്ങളും ആൻസേഴ്സ് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ആൻസർ വരുന്നത് തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ആൻസർ വരുന്നത് തൃശ്ശൂർ. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത. മൂന്നാമത്തെ ചോദ്യം, പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ആൻസേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഓപ്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ആൻസർ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ ലക്ഷ്യമിടുന്നത്. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? ആൻസർ 1%. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? ആൻസർ വരുന്നത് 1%. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. അടുത്ത ചോദ്യം, ഏതാണ് ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ? താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ എന്നാണ്? ആൻസർ വരുന്നത് പ്രഗ്യാനാണ്. ഈ ചോദ്യം റിപ്പീറ്റഡ് ആണ്. ഇപ്പോൾ 2024 വന്ന കറണ്ട് അഫെയറിൽ ചന്ദ്രയാൻ 3 പ്രഗ്യാനും റോവറും വിക്രം ലാൻഡറും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. മൂന്നാമത്തെ ചോദ്യം, പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനാണ് എന്ത്? പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലവും ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ് എന്നാണ്? ആൻസർ 1% ആണ്. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? ആൻസർ 1%. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ചത്. ആറാമത്തെ ചോദ്യം, ഏതാണ് ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ? ആൻസർ വരുന്നത് പ്രഗ്യാനാണ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യയാണ്. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യയാണ്. എട്ടാമത്തെ ചോദ്യം, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയ AS മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയ AS. ഒമ്പതാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മ ആയിരുന്നു. ഇനി എക്സാം നടക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ രേഖ ശർമ്മയാണ്. ഒക്ടോബർ 19 ശേഷം 2024 ഒക്ടോബർ 19 ശേഷം ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷൻ വിജയ് കിഷോർ റാഹത്കർ ആണ്. ഇത് ഞാൻ മുന്നത്തെ കറണ്ട് അഫെയറിൻ്റെ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? ഒക്ടോബർ 19, 2024 മുതൽ വിജയ് കിഷോർ റാഹത്കർ ആണ്. പത്താമത്തെ ചോദ്യം, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് മാലിദ്വീപ്.
ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് ഇത് മാലിദ്വീപ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യയാണ്. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചതാണ് ആര്? ഇന്തോനേഷ്യ. 8ാമത്തെ ചോദ്യം, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയ AS-നാണ്. പ്രിയ AS-നാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പ്രിയ AS-നാണ്. 9ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മയായിരുന്നു. ഈ എക്സാം നടക്കുമ്പോൾ ഒക്ടോബർ 19, 2024 വിജയ് കിഷോർ റാഹത്കറായി. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ ഇപ്പോൾ ആരാണ്? വിജയ് കിഷോർ റാഹത്കറാണ്. 10ാമത് ചോദ്യം, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് ആര്? മാലിദ്വീപ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, LDC സ്റ്റേജ് 3 ആഗസ്റ്റ് 31 നടന്ന എക്സാമിൻ്റെയാണ് കേട്ടോ. തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ നടന്ന LDC സ്റ്റേജ് 3 കറണ്ട് അഫയർ ചോദ്യങ്ങളും ആൻസേഴ്സും ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. എന്താണ്? സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണിത്? കർണാടക. 2ാമത്തെ ചോദ്യം, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ. 3ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആണ് ആര്? സുമൻ ബറി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബറി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആണ് ആര്? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബറി. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽക്കാരനാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽക്കാരനാണ്. 5ാമത്തെ ചോദ്യം, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയുടെ പേരാണെന്ത്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. LDC സ്റ്റേജ് 3 ആഗസ്റ്റ് 31 നടന്ന തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ നടന്ന LDC സ്റ്റേജ് 3 കറണ്ട് അഫയർ ചോദ്യങ്ങളാണ്. ആദ്യം തൊട്ട് ഒന്ന് നോക്കാം. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 2ാമത്തെ ചോദ്യം, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരാണ് എന്ത്? ഡിജിറ്റൽ ഇന്ത്യ. 3ാമത് ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബറിയാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബറിയാണ്. 4ാമത് ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽക്കാരനാണ്. ആര്? അന്റോണിയോ ഗുട്ടറസ്. അദ്ദേഹം എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലാണ്. 5ാമത്തെ ചോദ്യം, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയുടെ പേരാണെന്ത്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയുടെ പേരാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം, 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എന്ത്? ഉന്നതി മിഷൻ. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? പട്ടികവർഗ വിഭാഗങ്ങളിലെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എന്ത്? ഉന്നതി മിഷൻ. 7ാമത്തെ ചോദ്യം, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ആസ്ട്രോസെനക്കയാണ് കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ ഉണ്ടാക്കിയത്. അത് എന്താണ്? COVID-19 വാക്സിനാണ് വിപണിയിൽ നിന്ന് ഇന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനിയുടെ പേരാണെന്ത്? ആസ്ട്രോസെനക്ക. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനിയാണ് ആസ്ട്രോസെനക്ക.
8ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് എന്താണ്? പ്രഗ്യാനാണ്. 9ാമത്തെ ചോദ്യം, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. അടുത്ത ചോദ്യം, ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ് ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 11ാമത്തെ ചോദ്യം, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആൻസർ എന്താണ്? മായ OS ആണ്. സൈബർ ആക്രമണം തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മായ OS ആണ്. 12ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചിട്ടുള്ളത്? പോളോ പോണി എന്ന ജീവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് 2024 മെയ് മാസത്തിൽ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 6ാമത്തെ ചോദ്യം, 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ ലക്ഷ്യം ഉന്നമനം വെച്ചിട്ടുള്ളതാണ് എന്ത്? ഉന്നതി മിഷൻ. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ ലക്ഷ്യം ഉന്നമനം വെച്ചിട്ടുള്ളതാണ്. 7ാമത്തെ ചോദ്യം, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ആസ്ട്രോസെനക്കയാണ്. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനിയാണ് ആസ്ട്രോസെനക്ക. 8ാമത്തെ ചോദ്യം റിപ്പീറ്റഡ് ആണ്, റിപ്പീറ്റഡ് ആണ്. ശ്രദ്ധിച്ച് പഠിച്ചു പോകേണ്ട ഒരു ഏരിയയാണ് ചന്ദ്രയാൻ 3. അപ്പോൾ ചോദ്യം എന്താണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? പ്രഗ്യാനാണ്. ലാൻഡർ ഏതാണ്? വിക്രമാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എന്ത്? ജീവാനന്ദം പദ്ധതി. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി എന്താണ്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. 10ാമത്തെ ചോദ്യം, ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ആരോഗ്യ കിരണം പദ്ധതി നൽകി വരുന്നത്. 11ാമത്തെ ചോദ്യം, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണെന്ത്? മായ OS. 12ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചിട്ടുള്ളത്? പോളോ മാണി എന്ന ജീവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 2024 മെയ് മാസത്തിലെ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.